ദ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ. നമ്മൾ എങ്ങനെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാറ്? അലാം വെക്കും, അലാം അടിക്കും, നമ്മളത് സ്നൂസ് ചെയ്യും. ചിലപ്പോൾ 2-3 തവണ സ്നൂസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ എണീക്കും, എന്നിട്ട് ഫോൺ എടുക്കും. പിന്നെ റീൽസ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഇങ്ങനെ അതും സ്ക്രോൾ ചെയ്തങ്ങ് പോവല്ലേ. പക്ഷെ അങ്ങനെയാണോ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ ക്യാൻ ഡിറ്റർമൈൻ ദ ഔട്ട്കം ഓഫ് ദ ഡേ എന്നാണ്. ഹാൽ എറോൾഡിൻ്റെ ഒരു ബുക്കുണ്ട്, ദ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ. അതിൽ അദ്ദേഹം 6 ഹാബിറ്റ്സ് പറയുന്നുണ്ട് നമ്മളൊരു മോർണിംഗ് റൂട്ടീന് വേണ്ടിയിട്ട്. ഈ 6 സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ റൂട്ടീനിനെ അദ്ദേഹം സേവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓരോ ലെറ്റേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്, നമുക്ക് നോക്കാം. എസ് ഫോർ സൈലൻസ്, എ ഫോർ അഫർമേഷൻ ആൻഡ് ബി ഫോർ വിഷ്വലൈസേഷൻ, ഇ ഫോർ എക്സസൈസ്, ആർ റീഡിങ് ആൻഡ് എസ് ഈസ് ഫോർ സ്ക്രൈബിങ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ വീഡിയോ നിങ്ങൾ വെറുതെ കേട്ടോണ്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബുക്കും പേനയും എടുക്കുക. ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കിയിട്ട് പോവാം. ഇപ്പം ലാസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഇത് എഴുതാൻ പറഞ്ഞാൽ മിക്കവരും അത് എഴുതാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ടോണ്ട് തന്നെ നിങ്ങൾ ബുക്ക് എടുത്ത് നിങ്ങളുടെ റൂട്ടീൻ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് കാര്യമില്ലല്ലോ, അത് നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. സോ ഓടിപ്പോയി ഒരു ബുക്കും പേന എടുത്തിട്ട് വരാം. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും രാവിലെ എണീക്കാൻ വേണ്ടി അലാമൊക്കെ വെക്കും. എന്ത് ചെയ്യും, ചിലപ്പം അലാം അടിച്ചിട്ട് നമ്മൾ എണീറ്റിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ചിലപ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ അലാം കണ്ടിന്യൂസ് ആയിട്ട് സ്നൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് ഈ മോർണിംഗ് റൂട്ടീൻ ആവശ്യം വരുന്നത്. സോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു 6 സ്റ്റെപ്പ് മോർണിംഗ് റൂട്ടീനാണ്. നമുക്ക് നോക്കാം. എസ് ഫോർ സൈലൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു. സൈലൻസ് എന്ന് പറയുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രെയർ ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസസ്, ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും രാവിലെ ഒരു നല്ല ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ ഭയങ്കര കാമായിരിക്കും. അപ്പോൾ എടുത്തടിച്ച പാട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് ഓടി, കോളേജിൽ പോകണം, ക്ലാസ് ഉണ്ട്, വർക്ക് ഉണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ ഭയങ്കര ഡിസ്റ്റർബ് ആവും. അതിന് പകരം കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കാമായിട്ട് ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എ ഫോർ അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. നമ്മൾ നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യും. നമ്മളെ ബ്രെയിൻ അത് വിശ്വസിക്കും. അപ്പോൾ നമ്മൾ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ബുക്ക് എടുത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇല്ലെങ്കിൽ രാവിലെ എണീറ്റ് മിററിൽ നോക്കി ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം ലൗഡ്, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ആദ്യം വിയർഡായിട്ട് തോന്നും, പക്ഷേ അഫർമേഷൻസ് ഭയങ്കര പവർഫുള്ളാണ്. ഇനിയുള്ളത് വിഷ്വലൈസേഷൻ ആണ്. 2025 ഒരു ട്രെൻഡിങ് ടോപ്പിക്കായിരുന്നു വിഷൻ ബോർഡ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്യാം. വിഷൻ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസിനെ പിക്ചറൈസ് ചെയ്ത് വെക്കുന്നതാണ്. സോ ഇപ്പം നിങ്ങൾ ഹോസ്റ്റലിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് ഹാങ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്കൊരു വിഷൻ ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ഒരു ബുക്ക് എടുക്കുക, നിങ്ങൾക്ക് വിഷൻ, നിങ്ങളുടെ ഗോൾസിൻ്റെ ഒരു പിക്ചറൊക്കെ എടുത്ത് ഒട്ടിച്ച് നിങ്ങൾക്ക് വേണ്ട ഗോൾസൊക്കെ എഴുതി കൊടുക്കുക. അതെടുത്ത് രാവിലെ വായിക്കുകയോ കാണുകയൊക്കെ ചെയ്യാം. ഇനിയുള്ളത് എക്സസൈസ് ആണ്. ഈ റൂട്ടീൻ എനിക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും വിഷമമുണ്ടായിരുന്ന ഒരു സാധനമാണ്. കാരണം ഞാൻ രാവിലെ ഒരിക്കലും ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ കുറേ പേരുണ്ടാവും അങ്ങനെ. പക്ഷേ എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നല്ല, ബോഡി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യാം, യോഗ ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ചെയ്യാം, ജോഗിങ്ങിനൊക്കെ പോകാം. അങ്ങനെ മിനിമൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ആയാലും മതി. എന്തായാലും ബോഡി മൂവ്മെൻറ്റ് മസ്റ്റായിട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് റീഡിങ്. ഞാൻ ഈ റുട്ടീൻ്റെ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയ സാധനമാണ് റീഡിങ്. ഞാൻ വായിക്കുന്ന ആളല്ല, പക്ഷെ എനിക്കിപ്പം ഇഷ്ടമായി വരുന്നുണ്ട്. സോ കുറേ ഒന്നും വായിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് ഒരു 1-2 പേജസ് എങ്കിലും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വലിയ ബുക്കൊക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ 10 പേജിനൊക്കെ വെച്ച് തുടങ്ങണമെന്നില്ല. കുറച്ച് കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റൈറ്റർ പറയുന്നത് സ്പെസിഫൈഡ് ആയിട്ട് സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാനാണ്. അപ്പം നിങ്ങൾ അതൊന്ന് വായിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയുള്ളത് സ്ക്രൈബിംഗ് ആണ്. സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ജേർണലിംഗ് തന്നെയാണ് സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സേവിയേഴ്സ് എന്ന് പറയുന്ന ആ അബ്രിവേഷനിൽ മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ റൈറ്റർ അത് എസ് എന്നാക്കി കൊടുത്തിരിക്കുന്നത്. സോ ജേർണൽ എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും അറിയാലോ,
നമ്മളെ തോട്ട്സ് നമുക്ക് എഴുതി വെക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേർണൽ ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, ബുള്ളറ്റ് ജേർണൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഡേ പ്ലാൻ ചെയ്യാം. അങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐ ഡോണ്ട് ഹാവ് ടൈം. അവിടെയാണ് നമ്മുടെ ഈ റൂട്ടീൻ ഇമ്പോർട്ടൻസ് ഉള്ളത്. 6 to 16 മിനിറ്റ്സ് വരെ നമുക്ക് ഈ റൂട്ടീന് വേണ്ടിയിട്ട് ടൈമുണ്ട്. 6 മിനിറ്റേ ഉള്ളോ അത് മതി, 60 മിനിറ്റ് ഉണ്ടോ അങ്ങനെയും ചെയ്യാം. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന റൂട്ടീനാണിത്. അപ്പം ഇതാണ് ദ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.